ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ഒരു മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു വലിയ ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയും 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ട് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് അടുത്തതായിട്ട് ഞാനിപ്പോൾ ചേർത്തത് 4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇനി ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് ചേർത്തത്. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് 4 ചേർത്തത് കൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർത്തത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ എല്ലാം പാകത്തിന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ബീട്രൂട്ടിൽ നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 2 മിനിറ്റ് ഇതുപോലെ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയ ശേഷമാണ് ഇതിലേക്ക് ഞാൻ വെള്ളം ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ബീട്രൂട്ട് ഒന്ന് നല്ലതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടണ്ട, 1/2 കപ്പ് മാത്രം മതിയാകും. ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീട്രൂട്ടൊക്കെ ഒരു പകുതിയിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ബീട്രൂട്ട് ഒരു 1/4 ഭാഗം വേവാകുമ്പോഴാണ് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉരുളക്കിഴങ്ങിന് അധികം വേവില്ല. അതുകൊണ്ടാണ് ആദ്യം ബീട്രൂട്ട് ഒരു 1/4 ഭാഗം വേവിച്ച ശേഷം ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഇതിനു മുമ്പ് ബീട്രൂട്ട് മാത്രം വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടിയുടെയും അതുപോലെ ബീട്രൂട്ട് തോരൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്പസമയം ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് അല്പം കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബീട്രൂട്ടും അതുപോലെ ഉരുളക്കിഴങ്ങും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 മിനിറ്റ് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ഇതിലെ ഈർപ്പമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്